സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇന്നലെ DGP പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഞങ്ങൾ നടത്തിയ ചില നിർണായകമായ നീക്കങ്ങൾ, അതിൻ്റെ ഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നാണ്. അറസ്റ്റ് അനിവാര്യമെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരം അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് നിർവഹിക്കുന്നവർക്കുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളാണ് അതിന് തൊട്ടു പിന്നാലെ വന്നത്. ഇന്നലെ 3 മണിക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചു, പിന്നെ അത് ഇന്ന് 3 മണിയായി. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, തെളിവുകൾ ശേഖരിക്കുന്നു, ഇനി അത് ഈ പറയുന്ന ഫോറൻസിക് ലാബിലേക്കൊക്കെ അയക്കുകയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനൊരു വലിയ പ്രക്രിയയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നീണ്ടുപോകുമെന്ന് സംശയിക്കാമോ? കാരണം ADGP സന്ധ്യ ഇന്ന് വൈകാതെ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി, ഇപ്പോൾ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ടൈം ഫ്രെയിം ഒന്നും പറയാൻ പറ്റില്ല, കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ്. എന്താണ് മനസ്സിലാക്കുന്നത് ശ്രീ ബൈജു, ഇത് നീണ്ടുപോകുമെന്നാണോ? നമ്മളുടെയൊക്കെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ശരിക്കും ഈ പ്രതികൾ ആരാണെന്ന് പോലീസിന് വളരെ വ്യക്തമായി അറിയാം. ഇതാരാണ് ഈ കൃത്യം ചെയ്തതെന്നും ആരാണ് ഇതിൻ്റെ ഗൂഢാലോചനക്കാരെന്നും പോലീസ് വളരെ വ്യക്തമായി കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഇതിനിടയ്ക്ക് മുമ്പേ ഞാൻ മുമ്പേ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഒരു ചെറിയൊരു കാര്യം തുടങ്ങിക്കോട്ടെ. ആളൂരിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി. അവിടുന്ന് നമുക്ക് തുടങ്ങാം. ഈ ആളൂര്, ഫെനി ബാലകൃഷ്ണൻ തുടങ്ങിയ ആളുകൾ ഇതിലേക്ക് വന്ന് ചേർന്ന് ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. വേണു തന്നെ ചോദിച്ചല്ലോ, 300 രൂപയ്ക്ക് വേണ്ടി കത്തെഴുതിയ സുനിക്ക് വേണ്ടി ബോംബെയിൽ നിന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് കയറിയ ആളൂര് ഇന്ന് കോടതിയിൽ കിടന്ന് കടിപിടി ഉണ്ടാക്കുന്നത് കണ്ടു മറ്റൊരു വക്കീലുമായിട്ട്. നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്തിനായിരുന്നു ഇത്? ഈ ആളൂര് ലക്ഷങ്ങൾ മേടിക്കുന്ന പ്രതിഫലം മേടിക്കുന്ന വക്കീലാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, പൊതുവെ അഭിഭാഷകർ തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ഈ ആളൂരിന് ആരാണ് പണം കൊടുത്തു കൊണ്ടുവന്നത്? ഈ ഫെനി ബാലകൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തൽ ഈ കേസിന് എന്തു വഴിത്തിരിവിനുണ്ടാക്കാനാണ്? ഇവരെല്ലാം ഈ കേസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ഇവരെ കെട്ടിയിറക്കിയിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ആരോപണ വിധേയരായ ആൾക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ആരാണോ ഈ കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കുന്നത് അവരാണ് തീർച്ചയായും ഇവരെ രണ്ടുപേരെയും ഈ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയിട്ട് ഈ കേസിൻ്റെ വഴി തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ശരി, ഇത് നമ്മൾ ദിവസങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലെ മനുഷ്യരൊന്നും 4 പേരെ ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദിലീപ്, നാദിർ ഷാ, അതുപോലെ ഇനി അപ്പുണ്ണി, പിന്നെ മാഡം. എന്നാൽ അതിലേക്കൊരു പുരോഗതി ഇപ്പോൾ കാണുന്നില്ല. മറുവശത്ത് ഈ പ്രമുഖർ നിയമോപദേശം തേടുന്നതായി റിപ്പോർട്ടുണ്ട്. അപ്പോഴും പോലീസിനെ ഇപ്പോൾ പ്രകോപിപ്പിക്കുന്നൊരു നടപടിയിലേക്ക് നിങ്ങൾ പോകേണ്ട, പോലീസ് ഏത് രൂപത്തിൽ പോകുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം, അതിനുശേഷം ആവശ്യമെങ്കിൽ ആ നടപടികളിലേക്ക് പോകാം എന്ന് പ്രമുഖരായ അഭിഭാഷകർ അവരെ ഉപദേശിച്ചതായും അറിയുന്നു. അതുപോലെ തന്നെ ഒരു ADGP ഇതിൽ കൃത്യമായി പങ്കാളിത്തം വഹിച്ചു ഒരു ഘട്ടത്തിൽ എന്നറിയുന്നു. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് വേണ്ടി ഒരേ സമയം അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് ഒരു പ്രത്യേക സംഘം ഈ പരിശോധനകളും തെളിവെടുപ്പും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ ഒരു ബലാബലം നടക്കുന്നുണ്ടോ? ആ ബലാബലത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് മറ്റൊരു കേസ് ഒരടഞ്ഞ അധ്യായത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് ഈ കാലതാമസം താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടാക്കുന്നുണ്ടോ? വേണു, ബലാബലം അല്ലെങ്കിൽ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു പുത്തറിവൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കേസുകളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. കയ്യൂക്കുള്ളവൻ അല്ലെങ്കിൽ കയ്യിൽ പണമുള്ളവൻ അവനെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റുമോ അത്രമാത്രം സ്വാധീനിക്കും. അതൊരുപാട് കേസുകളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവിടെ കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ഇപ്പം ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിൽ തന്നെ നമുക്കറിയാം, ഇത് വെറുതെ അങ്ങോട്ട് ഒരാൾ വിളിച്ചിട്ട് ഓടി വരുന്ന ഒരാളൊന്നുമല്ല. അത് വ്യക്തമായ ഒരു ധാരണയോടുകൂടി അതിൻ്റെ പിന്നിലുള്ള നല്ല പിൻബലത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. സിനിമാക്കാർ മാത്രം ഉൾപ്പെട്ട ഒരു ക്രൈമാണിത്. അങ്ങനെയെങ്കിൽ ആളൂരിനെ ഇറക്കിയതും സിനിമയ്ക്കകത്തുള്ളവർ തന്നെ, ശരിയല്ലേ?
അതെനിക്ക് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയാത്തത്, എന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ മാറ്റി പറയുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞാൽ മാത്രമേ ഞാൻ പറയൂ. എനിക്ക് ഏറ്റവും വിഷമം ആളൂർ ഇവിടെ ഇരിക്കുമ്പോൾ 2 ചോദ്യം ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഈ ആളൂർ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഈ വേട്ടക്കാരന് വേണ്ടി മാത്രമേ അദ്ദേഹം ഹാജരാവുള്ളൂ. വേട്ടക്കാരന് മാത്രമേ സ്വാധീനിക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. ഇരയ്ക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല ഇവിടെ. ഇരയ്ക്ക് വേണ്ടി ആരും സ്വാധീനം ചെലുത്തുന്നവരില്ല. കാരണം ഇവിടെ എല്ലാ കാലവും ഇരകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. എന്ത് തൊഴിൽ ധർമ്മം എന്ന് അദ്ദേഹം പറയുന്നു. ഇരകൾക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വരുന്നു, താങ്കൾ ആളൂരിനെ വിമർശിക്കുന്നു. ഇരയാക്കാൻ മുതിരുന്ന ആളുകളെ പറ്റിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചർച്ച. അതേ ശക്തിയിൽ, അതേ ആർജവത്തിൽ ഞാൻ ചില വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് ഈ വിമർശനം ഞാൻ ഈ പറയുന്നത് ഇരയാക്കിയവർക്ക് എതിരെയും കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വേണു തന്നെ നോക്കൂ, സിനിമാ ലോകത്ത് എത്ര സ്ത്രീകൾ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു സ്ത്രീയല്ലേ ഇരുന്ന് എപ്പോഴും സംസാരിക്കുന്നത്, ഒരു ഭയവുമില്ലാതെ. എനിക്കെതിരെ നാളെ ഒരുപാട് വിലക്കുകൾ, നിശബ്ദ വിലക്കുകൾ ഉണ്ടാവാം, ഒരുപാട് പ്രതിരോധങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ എങ്കിലും ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി ഒരു സ്ത്രീയെങ്കിലും ശബ്ദിക്കണം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കും ഈ അമ്മയിലെ പല നടികളും ഈ പറയുന്ന WCC അംഗങ്ങൾ ഉൾപ്പെടെ നിശബ്ദരായിരുന്നവരെ പോലെ എനിക്കും ഇരിക്കാൻ സാധിക്കും. എനിക്കും ഇതെല്ലാം ബാധകമാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല? സമൂഹത്തിനോട് ഈ 40 വർഷം സിനിമയിൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ബാധ്യതയുണ്ട് സമൂഹത്തിനോട്. ആ സമൂഹത്തിനോട് എനിക്ക് എന്റെ സിനിമ ബൈജു ഒരല്പനേരം മിണ്ടാതിരിക്കണം. ബൈജു സംസാരിക്കും, നമ്മളാരും സംസാരിക്കണം. ബൈജു ഇത്തിരി നേരം മിണ്ടാതിരിക്കൂ, എനിക്ക് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾക്കുള്ള വ്യക്തി വൈരാഗ്യമൊക്കെ നമുക്ക് പുറത്തു വെച്ച് നമുക്ക് തീർക്കാം. അതിപ്പോൾ ഇവിടെ തീർക്കാനുള്ള വിഷയമല്ല. ഞാൻ പറയുന്നത് വേണു, ഇവിടെ മലയാള സിനിമ ലോകം എന്ന് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിലും സമൂഹത്തിന്റെ മുൻപിലും ഏറ്റവും വലിയ കുറ്റാരോപിതരായി നിൽക്കുന്ന, അതായത് നികൃഷ്ട ജീവികളായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല സങ്കടമുണ്ട് എനിക്ക്. 40 വർഷം ഈ മലയാള സിനിമയിൽ അതിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായ ഒരു വ്യക്തിയാണ്. അത് ഈ സിനിമാ ലോകം എനിക്ക് എല്ലാ സുരക്ഷിതത്വവും, എനിക്ക് എല്ലാ സമ്പത്തും, എല്ലാ പ്രശസ്തിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമാ ലോകത്തെ സമൂഹം ഒന്നടങ്കം ചെളിവാരി എറിയുമ്പോൾ അതിന് കാരണക്കാരായവർ തീർച്ചയായും സിനിമയ്ക്കുള്ളിലുള്ളവർ തന്നെയാണെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിലുള്ളവർ തന്നെയാണ് ഈ ചെളിവാരി എറിയാൻ വഴിവെച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ നടീനടന്മാർ ആരും തന്നെ പ്രതികരിക്കാത്തത്? ഇവർക്കാർക്കും ശബ്ദമില്ലേ? ഇവർക്കാർക്കും സിനിമയോട് ഉത്തരവാദിത്വമില്ലേ? ഈ സിനിമയുടെ പ്രശസ്തിയും പണവും മറ്റുള്ള പുരസ്കാരങ്ങളും മാത്രം വാങ്ങാൻ വിധിക്കപ്പെട്ടവരാണോ ഇവർ? ഈ സിനിമയ്ക്കുള്ളിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇവർ പൊതുസമൂഹത്തെ നേരിടാത്തത് എന്തുകൊണ്ട്? മാധ്യമങ്ങളെ നേരിടാൻ ഇവർ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്താണ് മാധ്യമം ഇവരെ ചെയ്യാൻ പോകുന്നത്? ശ്രീമതി ഭാഗ്യലക്ഷ്മി, റോള് കിട്ടില്ല, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഈ വലിയ 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 ആളുകൾക്കും റോള് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം എനിക്ക് തൊഴിൽ തടസ്സപ്പെടുമെന്ന് ഞാൻ എന്താണ് ഭയപ്പെടാത്തത്? ഇവിടെ മാർക്കറ്റുള്ള, ഇവിടെ തിയേറ്റർ മാർക്കറ്റുള്ള, ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റുള്ള എത്രയോ നടന്മാരില്ലേ ഇവിടെ? എന്തേ അവരാരും മിണ്ടാതിരിക്കുന്നു? ഇല്ല, അങ്ങനെയുള്ള ആളുകൾ തന്നെ പ്രതികരിക്കുകയുണ്ടായല്ലോ. പല മാസികകളോടായി ഒഴിവാക്കി നിർത്തുന്നു, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ശത്രുക്കളുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ അവർ അഭിമുഖങ്ങളിൽ പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ ലോകം നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ഈ സിനിമയിൽ ഇന്ന് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അതിദാരുണമായ ഒരു സംഭവത്തിന് സിനിമ ഒന്നടങ്കം എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് നിൽക്കാത്തിടത്തോളം കാലം സിനിമയിൽ ഇനിയും ഇത് സംഭവിച്ചാൽ ആരുത്തരം പറയും? അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനെ ചെറുത്ത് നിൽക്കുകയും അതിനോട് ബാധ്യത പുലർത്തുകയും വേണം. അതെന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും സാധിക്കാത്തത്? എന്താണ് അവനവനോട് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് വരുന്ന ചാൻസ് മറ്റൊരാൾ തട്ടിപ്പറിക്കുമോ എന്ന് തോന്നുന്നത്? ആത്മവിശ്വാസമില്ലായ്മയാണ്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാനിപ്പോൾ 40 വർഷം ജോലി ചെയ്തു, എനിക്കിനിയിപ്പോൾ സിനിമ ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോളും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഇവിടെ നന്നായി അഭിനയിക്കുന്ന തൻ്റെ അഭിനയത്തിനല്ലേ താൻ വില കൽപ്പിക്കേണ്ടത്?
അല്ലാതെ താൻ ഒരാളെ സോപ്പിട്ട് നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ പോളിഷ് ചെയ്യുന്നത് കൊണ്ടാണോ ഇവിടെ മറ്റുള്ളവർ സിനിമാ രംഗത്ത് നിൽക്കുന്നതായി ഇവർ കരുതുന്നത്? എന്തായാലും ശ്രീമതി ഭാഗ്യലക്ഷ്മി, എന്ത് വ്യക്തിത്വമില്ലായ്മയാണ്. ആദ്യമായി ഒരു കൂട്ടായ്മ ഉണ്ടായില്ലേ, ആദ്യമായി ചില പ്രതികരണങ്ങൾ വരുന്നില്ലേ, എന്തായാലും ഒരു മാറ്റം വന്നു, അത് അംഗീകരിക്കേണ്ട നില അമ്മയ്ക്കും ഉണ്ടായില്ലേ? അമ്മ തീർച്ചയായിട്ടും അമ്മയ്ക്കെതിരായി പറയാത്തിടത്തോളം കാലം അമ്മ അംഗീകരിച്ചല്ലേ പറ്റൂ, അത് സ്വാഭാവികം. കാരണം WCCയിലെ അംഗങ്ങൾ അവിടെ പോയി നിന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അമ്മയ്ക്കെതിരെ പറയാത്തിടത്തോളം അമ്മ അവരെ അംഗീകരിക്കുന്നു. ഞാൻ ഇടപെടുകയാണ്, എനിക്ക് സമയം പൂർണ്ണമായും കഴിയുകയാണ്. രണ്ടുപേർക്കും ഒരു 30 സെക്കൻഡ് പരമാവധി. റഹീം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ഇരകൾക്കൊപ്പമാണ്. ശക്തമായ കേസന്വേഷണം നടക്കുകയാണ്. ഒടുവിലത്തെ തെളിവുകളും പുറത്തു കൊണ്ടുവരും. തെളിവുകൾ കൊണ്ടുവന്ന് വെറുതെ ആണ്. പ്രബലന്മാരാണെങ്കിലും പിടികൂടും. തർക്കമെന്താ അതിൽ? തർക്കമെന്താ? ഒരു പ്രബലനം പ്രത്യേകമായ ഒരു പരിരക്ഷയുമില്ല ഈ ഗവൺമെൻറ് കീഴിൽ. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, 2012 എന്ന് വെച്ചാൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലം, സ്ത്രീ സുരക്ഷ എന്നിവർ പറയുമ്പോൾ നിങ്ങൾ ഈ വികസനവും കരുതലുമായിരുന്നു. കരുതൽ എല്ലാ അർത്ഥത്തിലുമാകുമല്ലോ. ആ കേസടക്കം പരിശോധിക്കുകയാണ്. അപ്പോൾ അന്ന് മൂടിവെക്കപ്പെട്ടതിലേക്ക് പോലും അന്വേഷണം എത്തുകയാണ്. അല്ല, 30 സെക്കൻഡ് കൊണ്ട് ഇതിന് മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. റഹീം പറഞ്ഞത് ശരിയാണ്. ഇരകൾക്കൊപ്പം അവർ സഞ്ചരിക്കുകയും വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇരയോടൊപ്പമാണ്, വാഗൊണ്ട് ഇരയോടൊപ്പം ആണെന്ന് പറയുകയും പ്രവൃത്തിയിലൂടെ വേട്ടക്കാരെ സഹായിക്കുകയും, അത് ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുകയും മുഖ്യമന്ത്രി അതിനെ സപ്രസ് ഇൻവെസ്റ്റിഗേഷൻ, അതാ ഞാൻ പറഞ്ഞത്, ഓപ്പറേഷൻ സക്സസ്, ഓപ്പറേഷൻ വിജയിച്ചു, പക്ഷെ രോഗി മരിച്ചു. ഓപ്പറേഷൻ എങ്ങനെ വിജയിക്കും? ഞാൻ ഒറ്റ കാര്യം പറയാം, ഭാഗ്യലക്ഷ്മിയോട് അറിയാൻ പറയാം, ഇത് കേവലം മലയാള സിനിമയിൽ ഒതുക്കി നിർത്തേണ്ട ഒരു പ്രശ്നമല്ല. നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരു പെൺകുട്ടി ബ്രൂട്ടലായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കണം, അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവൻ ആരോ ആയിക്കോട്ടെ. ഇവിടെ ക്രിമിനൽ കോൺസ്പിറസി നടന്നുവെന്ന് 164 മൊഴി പെൺകുട്ടി കൊടുത്തിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോയോ പറഞ്ഞു, എനിക്കൊരു കൊട്ടേഷൻ കിട്ടി, ആ കൊട്ടേഷൻ നടപ്പിലാക്കാൻ സഹകരിക്കണം. സ്വാഭാവികമായി ആ പ്രതിയെ കണ്ടുപിടിച്ച് അവനെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ വന്നത്. സമയം പൂർണ്ണമായും കഴിയുന്നു. സമയം പൂർണ്ണമായും കഴിയുകയാണ്. ശരി, സമയം പൂർണ്ണമായും കഴിയുകയാണ്. ആലുവയിലെ പോലീസ് ക്ലബിൽ ഇപ്പോഴും അടിയന്തര ഉന്നതതല യോഗം ചേരുകയാണ്. അടുത്ത നടപടി അധികം വൈകില്ല എന്ന് കരുതാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.